എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടെ. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആയിരുന്നേ. നമ്മുടെ അടുത്താണ് പനച്ചിക്കാട് അമ്പലമേ. അപ്പം നവരാത്രിയുടെ ഉത്സവത്തിന് എൻ്റെ അനിയത്തിയുടെ മോടെ ഡാൻസ് അമ്പലത്തിലുണ്ടായിരുന്നേ. അപ്പോൾ അവർ നമ്മുടെ ഇവിടെ വന്ന് ഒരുങ്ങിയാണ് ഡാൻസ് കളിക്കാനൊക്കെ പോയത് കേട്ടോ. അപ്പോൾ അതേ കൊച്ചിൻ്റെ ബ്ലൗസിൻ്റെ കൈവണ്ണം ഇച്ചിരി കൂടുതലാണെന്ന് പറഞ്ഞേ. അതപ്പോൾ ഞാനൊന്ന് റെഡിയാക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അനിയത്തിയുടെ മോള് മാത്രമല്ല, കൊച്ചിനെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ 2 പിള്ളേരൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പിള്ളേരൊക്കെ മേക്കപ്പ് ഒക്കെ തുടങ്ങി കേട്ടോ. ഇതാണ് അനിയത്തിയുടെ മോള് ലച്ചുക്കുട്ടി. ഇത് മറ്റേ 2 പിള്ളേരാണ് കേട്ടോ. ഈ മൂത്ത കൊച്ചാണ് നന്നായിട്ട് മേക്കപ്പൊക്കെ ചെയ്തു കൊടുത്തത് ഇവർക്ക്. അച്ഛൻ ഇവർ ഒരുങ്ങുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നെ ഡാൻസ് പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതേ ഒരാൾ ഫേസ് മേക്കപ്പൊക്കെ ചെയ്യുന്നു, ഒരാൾ മുടിയിൽ പൂവൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുഖത്ത് എന്താണോ എന്തോ പാൻ സ്റ്റിക്ക് ഇട്ടിട്ട് പിന്നെ എന്താ കൊച്ചെന്തോ പറഞ്ഞായിരുന്നു, ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ അതേ ഫേസ് മേക്കപ്പൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് ഇനി ഡ്രസ്സൊക്കെ ചെയ്താൽ മതിയേ. അന്നേരത്തേക്കിന് ഞാൻ അവർക്ക് കഴിക്കാനുള്ള ചോറൊക്കെ എടുത്ത് പിള്ളേരെ എല്ലാം ആദ്യം ഇരുത്തി കഴിപ്പിച്ചേ. ഒരു 3 മണിയൊക്കെ വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഡാൻസ്. അന്നേരത്തേക്കിന് അതിനു മുമ്പ് ഇവർ കളിക്കുന്ന പിള്ളേർ മാത്രം ഇപ്പോൾ ചോറുണ്ടെന്നില്ല, ഇവർ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഡാൻസ് കളിക്കുന്ന പിള്ളേർ ഈ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ കളിക്കാനൊക്കെ പാടല്ലേ, അതുകൊണ്ട് അവർ ലൈറ്റായിട്ടുള്ള ചെറിയ സ്നാക്സൊക്കെ കഴിച്ചായിരുന്നേ. അപ്പോൾ അതേ എല്ലാവരും ഒരുങ്ങി ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ പോകാനായിട്ട് പോവുക കേട്ടോ. അപ്പോൾ അതേ പനച്ചിക്കാട് അമ്പലത്തിലെത്തി കേട്ടോ. 3 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് 4-4:30 ആയായിരുന്നു കേട്ടോ ഡാൻസ് തുടങ്ങിയപ്പോൾ. വേറെ ആൾക്കാരുടെ തിരുവാതിരകളിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് നവരാത്രി ഉത്സവം തുടങ്ങിയതിൻ്റെ 3-ാം ദിവസമായിരുന്നു, അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ സമയത്തൊക്കെ വലിയ തിരക്കില്ല. ഇനി സന്ധ്യയൊക്കെ ആയി ഒരു 6 മണിയൊക്കെ കഴിയുമ്പോഴാണ് പിന്നെ നല്ല തിരക്കാകുന്നത്. അപ്പോൾ ദേ അമ്പലത്തിൽ ദേ ഈ ഭാഗത്ത് ഇങ്ങനെ കുറേ വള്ളി ഇങ്ങനെ പടർന്ന് കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ തൊഴാൻ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം എത്ര വേനലിന് വന്നാലും ഭയങ്കര തണുപ്പാണ്. ഈ റൂഫിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ നന്നായിട്ട് ഈ വള്ളിയെല്ലാം പടർന്ന് കിടക്കുക. അപ്പോൾ അതേ ഡാൻസൊക്കെ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.